നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഞാനിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ജീവിത പ്രതിസന്ധികളിൽപ്പെട്ട് മനസ്സ് തളർന്ന് മുന്നോട്ട് എങ്ങനെ ജീവിക്കും, ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നിരാശയോടെ ചിന്തിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മനസ്സിന് ശക്തി കൊടുക്കുകയും മുന്നോട്ട് പോകാനുള്ള ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യണം. മനസ്സിന് ശക്തി ഉണ്ടെന്ന് വരി മാത്രമേ ആ ഊർജം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സ് ശക്തമാണെങ്കിൽ ഏത് പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ഞാനിത് പറയുമ്പോൾ ഞാൻ പണ്ട് എവിടെയോ വായിച്ച ഒരു ചെറിയ കഥ എനിക്ക് ഓർമ്മ വരികയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരനും ഒരു വൃദ്ധനായ മനുഷ്യനും കൂടി ഒരു ചെറിയ വള്ളത്തിൽ മറുകര എത്താൻ വേണ്ടി കടലിൽ കൂടെ യാത്ര ചെയ്യുക. കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിഭയങ്കര കൊടുങ്കാറ്റും തിരമാലയും അങ്ങ് വർദ്ധിച്ചു. വള്ളം മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈ ചെറുപ്പക്കാരൻ വളരെ ഭയപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ ആ വൃദ്ധനോട് പറഞ്ഞു, ചേട്ടാ, വള്ളം മുങ്ങാൻ പോവുക, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഒരു രക്ഷയുമില്ല, എനിക്കാണ് നീന്തും അറിയില്ല. ആ വൃദ്ധൻ ആ ചെറുപ്പക്കാരനെ നോക്കി ചിരിച്ചു. അവനെ, നീ ഭയപ്പെടണ്ട, നമുക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ ഒരു കുഴപ്പമില്ലാതെ അക്കരെ എത്തും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ചേട്ടൻ എന്ത് വർത്തമാനമായി പറയുന്നത്? ഇത്രയും കാറ്റും കോളും ഉള്ളിടത്ത് നമ്മൾ ഇതിനാ അടിയിൽപ്പെട്ടു പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് നീ ഭയപ്പെടാതിരിക്കുക. അത് എങ്ങനെ സാധിക്കും ചേട്ടാ? അപ്പൊ വൃദ്ധൻ പറഞ്ഞു, മകളെ, ഒരു വലിയ ആള് നമ്മളെ സഹായിക്കാനുണ്ട്, ഒരു വലിയ ശക്തിയുണ്ട്, അത് നമ്മുടെ കൂടെ ഉണ്ട്, അത് നമ്മളെ രക്ഷപ്പെടുത്തും. ഒരിക്കലും നമുക്കൊരു ദോഷവും വരില്ല, നമ്മൾ മറുകര എത്തിയിരിക്കും. ആ ചെറുപ്പക്കാരന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഭയത്തോടെ വിറച്ച വള്ളത്തിൽ ഇരിക്കുക. നീന്തും അറിയില്ല, വെള്ളം മുങ്ങിയാൽ എങ്ങനെ രക്ഷപ്പെടും? ഇതിനിടയിൽ വള്ളം സാവകാശം മറുകര എത്തി. അവൻ സർവ്വദൈവങ്ങളെയും വിളിച്ച് പുറത്തിറങ്ങി ആ വൃദ്ധനെ കെട്ടിപ്പിടിച്ചു. വൃദ്ധനോട് ചോദിച്ചു, ചേട്ടാ, ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, എന്താണ് ഇതിന്റെ രഹസ്യം? ആരാണ് നമ്മളെ സഹായിച്ചത്? ഉമ്മ പറഞ്ഞു, ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വള്ളത്തിൽ തന്നെ, നമ്മളിൽ തന്നെ. അതാണ് മനസ്സ്. നമ്മൾ രക്ഷപ്പെടും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ ജീവിതമാകുന്ന തോണി സാഹചര്യങ്ങളിൽ ആടി ഉലഞ്ഞ്, പ്രതിസന്ധികളിൽ ആടി ഉലഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ എങ്ങനെ ഈ വള്ളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ഇതിനെല്ലാം തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് നീങ്ങും, ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടും, ആർക്കും എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കും. നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഇതൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല, ഈ അസുഖമൊന്നും പോകുന്നില്ല, ഒരിക്കലും അവൻ്റെ അസുഖം ഭേദമാകില്ല, ഉറപ്പാണ്. നേരെ മറിച്ച് ആ മരുന്ന് കഴിക്കുന്നതോടൊപ്പം എനിക്കൊരു അസുഖവുമില്ല, ഇതൊന്നും മഹാരോഗങ്ങളല്ല, ഇതൊക്കെ എനിക്ക് മാറ്റി കിട്ടും, എൻ്റെ ശരീരത്തിന് ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്, എൻ്റെ മനസ്സിന് ശക്തിയുണ്ട്, ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് മനസ്സിൽ തൻ്റെ ഇടത്തോടുകൂടി ചിന്തിച്ചു നോക്കി നമുക്ക് ഒരു കുഴപ്പമില്ല, ഒരു രോഗവും ഉണ്ടാവില്ല. ഒരു പരിധിവരെ മരുന്നിനോടൊപ്പം ഈ ധൈര്യവും കൂടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും, ഇത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് മനസ്സിനെ ശക്തമാക്കുക, അതാണ് ജീവിത വിജയം. അവിടെയാണ് ജീവിത വിജയം ഉണ്ടാകുന്നത്. ജീവിതത്തിൽ ദിവസവും രാവിലെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. ഒരു നല്ല ദിവസം എനിക്കുണ്ടാവും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. നന്ദി, നമസ്കാരം.